ഫ്രണ്ട്സേ ധന്യാണേ. അപ്പോഴേ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നലെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആളുകൾ വീഡിയോ കണ്ടു. ശരിക്കും പറഞ്ഞാൽ എന്നെ മറന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആരും എന്നെ മറന്നിട്ടില്ല. ഇതാ ഞാൻ മോളെ കൊണ്ട് എന്താ പറയുക സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. ഇന്ന് മുതൽ നമ്മൾ ഉണ്ണിയപ്പം സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം ഗ്യാസ് ഇപ്പോൾ വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര സന്തോഷവും ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലല്ല, എന്നാൽ സങ്കടമാണോ ചോദിച്ചാൽ സങ്കടത്തിലുമല്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഗ്യാസ് ഇല്ലാത്തത് കാരണം എന്താ പറയുക, നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഉണ്ണിയപ്പം നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരെയും പ്രാർത്ഥന വേണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ണിയപ്പം ഓർഡർ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ നമ്പർ ഞാനിവിടെ വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ആളുകൾക്ക്, അർഹതപ്പെട്ട ആളുകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും തരുന്ന ഓർഡറിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. അതായത് ഒരു 60 വയസ്സിന് മുകളിൽ വയസ്സായ അച്ഛനും അമ്മയാണ് കേട്ടോ. മക്കൾ നോക്കാത്തവർ, മക്കളില്ലാത്തവർ, ഒറ്റപ്പെട്ട് കഴിയുന്നവർ, റോഡ് സൈഡിൽ കഴിയുന്നവർക്കൊക്കെയാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതിലൂടെ എനിക്കും എന്താ പറയുക ഒരു വരുമാനവും കിട്ടും. അതേപോലെ തന്നെ വിശക്കുന്നവൻ്റെ വിശപ്പും മാറും. ഈ ഓർഡർ തന്നെ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നൊരു കൂലിയും കിട്ടും. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നത്. എന്തായാലും അധ്വാനിച്ച് ജീവിക്കാൻ തന്നെയാണ് ഞാൻ തയ്യാറായിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ശാരീരികപരമായിട്ട് മാനസികപരമായിട്ടൊക്കെ തളരുമ്പോൾ വല്ലാത്തൊരു വേദനയാണ്. അതുകൊണ്ടാണ് ഇന്നലെ പെട്ടെന്ന് ഞാൻ സങ്കടപ്പെട്ടു പോയി. ഇനിയും എൻ്റെ കണ്ണിത്തത് മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താണ് ഹോസ്പിറ്റലിൽ പോയത് ചോദിച്ചാൽ ഞാൻ ഒരു 2 ആഴ്ച മുന്നേ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ കണ്ണിലായിരുന്നു ആദ്യം ചോപ്പുണ്ടായിരുന്നത്. പക്ഷെ അത് ഇതുപോലെ വേദനയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഇനി ഇതിൽ തുള്ളി മരുന്ന് ഒറ്റിച്ചത് കൊണ്ട് ആണോ ഇതിലേക്ക് വന്നതെന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ചൂടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇനിയിപ്പം ഹോസ്പിറ്റലിലേക്ക് പോകണം. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ അന്ന് ഒരു ദിവസം നമുക്ക് മെനക്കെടന്നെയാണ്. ആ ഒരു ദിവസം നമുക്ക് പോയി കഴിഞ്ഞാൽ അന്നത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് ശാരീരികപരമായിട്ട് എനിക്കൊരു അസുഖങ്ങളും തരരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്തായാലും എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കുന്ന ഇത്രയും ആളുകളുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഇത്രയും ആളുകൾ എന്നെ അന്വേഷിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര ഒരു എന്താ പറയുക, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എല്ലാവർക്കും 1000 നന്ദി ഞാൻ അറിയിക്കുകയാണ് കേട്ടോ. പിന്നെ ചില ആളുകൾ നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അതൊന്നും എനിക്ക് വിഷയമല്ല. കാരണം എന്തെങ്കിലും അറിയാനോ നിങ്ങൾക്ക് സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസിലും, മിക്ക വീഡിയോസിലും എൻ്റെ അഡ്രസ്സ് വരെ ഞാൻ പറയുന്നുണ്ട്. പാലക്കാട് കിഴക്കഞ്ചേരിക്കാവാണ് നമ്മുടെ ലൊക്കേഷനൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്പർ സഹിതം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നെഗറ്റീവ് അടിക്കുന്നവർ നെഗറ്റീവ് മാത്രം അടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നല്ലത് പറയുന്ന ആളുകൾക്ക് എന്നും നല്ലൊരു കാലം വരും. ദൈവം എന്തായാലും എല്ലാവരെയും എപ്പോഴും ഒരുപോലെ കഷ്ടപ്പെടുത്തണം എന്നില്ലല്ലോ. ഒരു ദിവസം എന്തായാലും ദൈവം ആ കഷ്ടപ്പെടുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഒരു കാര്യം കാണാതെ ദൈവം നമ്മളെ കഷ്ടപ്പെടുത്തില്ല. ആ ഒരു വിശ്വാസത്തിൽ പോകുന്നവളാണ് ഞാൻ. ഒരുപാട് കാലമായി ഇങ്ങനെ കഷ്ടപ്പെടുന്നു എന്ന് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ എന്താണ്, ഈ കഷ്ടപ്പാട് കൊണ്ടാണ് നമ്മൾ ഈ ജീവിച്ചു പോകുന്നതും മക്കളെ നോക്കുന്നതും ഒക്കെ. അതാണല്ലോ ഒരു ജീവിതം എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് നിറയെ പൈസ ഉണ്ടാവും, പക്ഷെ അവർക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, പക്ഷേ നമ്മൾക്ക് സ്നേഹിക്കാൻ 2 മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ. അതെന്നെ ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കാണുന്നവളാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത്. എന്തായാലും മഴയും വരുന്നുണ്ട്. പെണ്ണിനെ ഒന്ന് സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒന്ന് ഉണ്ണിയപ്പം ചുടാനുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് വേണം ഉണ്ണിയപ്പം ചുട്ടിട്ട് കൊടുക്കാനായിട്ടേ. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇവളെ കൊണ്ട് വിട്ടിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ. എന്തായാലും നമുക്ക് പോയിട്ട് വരാൻ. എന്നിട്ട് അമ്മയ്ക്ക് ഓർഡർ കൊടുക്കാം. എന്നിട്ട് സ്കൂളിൽ പോയിട്ട് ഇന്നാണ് ആദ്യത്തെ ദിവസം. ഇന്ന് പോയിട്ട് എല്ലാ ദിവസമൊക്കെ പോവും, പക്ഷെ ഇന്ന് പോവും. ടാറ്റാ, ഗുഡ് ബൈ.